മല്ലു 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 മല്ലുവാണു താരം മല്ലുവാണു താരം മ്യാവ് മ്യാവ് മല്ലു വൗ വൗ മല്ലു യാഹോ സ്നേഹമേ ത്യാഗമേ യാഗമേ യോഗ്യമേ എന്നുള്ളിൽ വാഴാൻ നീ വന്നിടുമോ സ്നേഹമേ ത്യാഗമേ യാഗമേ യോഗ്യമേ എന്നുള്ളിൽ വാഴാൻ നീ വന്നിടുമോ ഹലോ ആരാണ്? ആഹാ, എന്താ മാത്തച്ഛ പതിവില്ലാത്ത ഒരു വിളി? ആ, എന്ത് പറ്റി? അസോസിയേഷന്റെ വല്ല പുതിയ പിരിവുമാണോ? അതൊന്നുമല്ല, നമ്മുടെ കർഷകശ്രീയുടെ ഒരു കാര്യം പറയാനാ. എന്താ മാത്തച്ഛ, കർഷക സ്ത്രീയോ? കർഷക പുരുഷനല്ലേ മാത്തച്ഛ? മാത്തച്ഛ, കർഷക സ്ത്രീയല്ല, കർഷക ശ്രീ, അതായത് ശ്രീരാമന്റെ ശ്രീ, മനസ്സിലായോ? ഓ, നിങ്ങൾ ഈ ഹെഡ്മാസ്റ്റർമാരോട് സംസാരിക്കുന്നത് വലിയ പാടാ. അല്ല, നിങ്ങൾ എപ്പോഴാണ് മാത്തച്ഛ വരുന്നത്? ഞങ്ങളൊരു 5:37. എന്തൊരു കൃതകൃത്യതയാ നിങ്ങളുടെ സമയത്തിന്. ഇത് നമ്മുടെ കെനിയുടെ സമയം പോലെ ഉണ്ടല്ലോ മാത്തച്ഛ. അച്ചായോ, ഞങ്ങളൊരു 3-4 പേരുണ്ട് കേട്ടോ. തോമസ് കുട്ടിയോടൊന്ന് പറഞ്ഞേര്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പം തോമസ് കുട്ടി ഇപ്പം കമ്പ്യൂട്ടറല്ല, നിങ്ങൾ വന്നോളൂ. ശരി എന്നാ മാത്തച്ഛ. ശരി എന്നാ, ഓക്കെ ഓക്കെ. തോമസ് കുട്ടി, എടാ തോമസ് കുട്ടി. അപ്പച്ചൻ വിളിച്ചായിരുന്നോ? എടാ മാത്തച്ഛൻ വിളിച്ചിരുന്നു, അസോസിയേഷൻകാരിഞ്ഞിട്ട് വരുന്നെന്ന്. ഓ, ഇനി എന്നാ കൃഷിയുമായിട്ടാണോ അവരുടെ വരവ്? ഞാൻ ഇവിടെ ഇല്ലെന്ന് അപ്പച്ചനൊക്കെ പറയാൻ മേലായിരുന്നോ? എന്തിനാടാ അനാവശ്യമായ കള്ളം പറയുന്നത്? അവർ വരട്ടെ. നിനക്ക് അനിഷ്ടമായതെന്തെങ്കിലോ പറയുന്നെങ്കിൽ അത് എതിർത്ത് പറയാനുള്ള ആർജവം ഉണ്ടാവണം. അല്ലാതെ നട്ടല്ലി വളച്ച് ഒരു റബ്ബർ പോലെ കുഞ്ഞു നിൽക്കരുത്. മനസ്സിലായി നിനക്ക്? ഏതായാലും മേരിക്കുട്ടിയെ കൂടെ വിളിക്കാം. വലിയ കേസ് കിട്ടും എല്ലാം ആണെങ്കിൽ അവളങ്ങ് കൈകാര്യം ചെയ്തു. Break. അസോസിയേഷൻകാർ ഭയങ്കര സമയനിഷ്ഠയുള്ളവരാണല്ലോ. എന്തായാലും സാഹിബിന്റെ കയ്യിൽ നിന്ന് മലയാളികൾ നല്ലൊരു കാര്യം പിടിച്ചു. അച്ചായോ, കളിയാക്കണ്ട. ഞങ്ങൾ മലയാളി അസോസിയേഷൻകാരെ സമയത്തിന്റെ കാര്യത്തിൽ കൃതകൃത്യരാണ്. അത് വേറെ കാര്യം. മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ട് ആ ഒരു സൗരഭ്യം. ശരി. കേൾക്കട്ടെ. ഞങ്ങൾ വായനങ്ങാനും മുടക്കിയ
എനിക്ക് വായിക്കാൻ ഇഷ്ടമായൊരു സമയമില്ല മാത്തച്ഛ. പിന്നെ നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ഒരു സന്തോഷമല്ലേ? അച്ചായോ, പഞ്ചായത്ത് ഇലക്ഷന് നിങ്ങൾ നിലംപരിശായി പോയല്ലോ. അസംബ്ലി ഇലക്ഷനിൽ ഇനി പൊങ്ങാൻ പാടാ. അങ്ങനെ തുമ്മിയാ പറഞ്ഞു പോകുന്ന മൂക്കൊന്നുമല്ല ഞങ്ങളുടേത്. ഇതുപോലെ എത്രയെത്ര പ്രതിസന്ധികളെയും വൈതരണികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയെന്നറിയാമോ? ഓരോ പരാജയങ്ങളിൽ നിന്നും ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ട് കരുത്തു നേടി ഞങ്ങൾ തിരിച്ചു വരും. അതാ ഞങ്ങളുടെ ചരിത്രം, അറിയാമോ? കേട്ടോ അച്ചായ, ഇവരുടെ പാതിരിമാരും ബിഷപ്പുമാരും എല്ലാം കൂടി പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങളെ വെട്ടിവീഴ്ത്തി. ഞങ്ങൾക്ക് ഈ ചോരയിൽ യാതൊരു പങ്കുമില്ല. എൻ്റെ പവിത്ര, കുപ്പായമായാലും കാവിയായാലും മഞ്ഞയായാലും പച്ചയായാലും വർഗീയതയോട് ഞങ്ങൾക്ക് യാതൊരു സന്ധിയുമില്ല. 10 വോട്ടിന് വേണ്ടി ഇവരുടെ ഒന്നും പടിവാദത്ത് പോയി ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങളില്ല. എടോ, ഞങ്ങളുടെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും തൊട്ടുള്ള കളി വേണ്ട കേട്ടോ. പിന്നെ നമ്മളിവിടെ രാഷ്ട്രീയം പറയാനല്ലോ വന്നിരിക്കുന്നത്. ചുമ്മാ നാട്ടി ജോലിയും കൂലിയും ഇല്ലാത്ത ഓരോരുത്തരന്മാർ രാഷ്ട്രീയെന്നും സമരവും എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലുന്നതിന് നമ്മൾ എന്തിനിവിടെ ഇരുന്ന് വഴക്കടിക്കണം? ഉള്ള നേരത്ത് ജോലി ചെയ്ത് $10 ഉണ്ടാക്കാൻ നോക്കുന്നത്. ഓ, എല്ലാ പാർട്ടിയും കണക്കാ കേട്ടോ കറിയാച്ചായ. ഈ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോഴും ഒരു ആവേശമാണ്. പണ്ട് ഞാൻ MP ആയിട്ട് മത്സരിച്ചപ്പോഴത്തെ ആ ചൂടും ആവേശമൊന്നും ഞാനിപ്പോഴും മറന്നിട്ടില്ലെന്നേ. ആ നോട്ടുമാലയും സ്വീകരണവും നല്ല മണിമണി പോലുള്ള പെമ്പിള്ളേരുടെ താലപ്പൊലിയും, എൻ്റെ അച്ചായ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു കുളിര. താനപ്പോൾ MP ആയിട്ട് മത്സരിച്ചിരുന്നോ? എന്നിട്ട് പാർലമെന്റിൽ എത്ര കാലം സേവനം ചെയ്തു? അപ്പം അച്ഛൻ ആ കഥയൊന്നും അറിയാമല്ലേ? ഇയാൾ പണ്ട് പഞ്ചായത്തിൽ സ്വതന്ത്രനായിട്ടൊന്ന് മത്സരിച്ചായിരുന്നു. അതായത് മെമ്പർ ഓഫ് പഞ്ചായത്ത്. തോറ്റ് തുന്നമ്പാടി എന്ന് മാത്രമല്ല, കെട്ടിവെച്ച കാശും പോയി. അതിപ്പോൾ എൻ്റെ കുറ്റം കൊണ്ടാണോ? അച്ചായ, ഇയാളുടെ വളരും തോറും വളരുന്ന പാർട്ടിക്കാർ കാലുവാരിയില്ലായിരുന്നെങ്കിൽ MP ആയിട്ട് ഞാനൊരു വിലസിയാനെ. എന്തായാലും അതുകൊണ്ട് നാട്ടുകാർ രക്ഷപ്പെടും. ഓരോ വാഗ്ദാനങ്ങൾ നൽകി നാട്ടുകാരെ പറ്റിച്ച പൈസയുമായിട്ട് അന്ന് അയാൾ മുങ്ങിയിട്ട് പിന്നെ പൊങ്ങുന്നത് ചിന്നമ്മയുടെ വെട്ടി നോക്കി അമേരിക്കയിലാണ്. എന്തായാലും തോറ്റ് തുന്നം പാടിയെങ്കിലും MP എന്ന സ്ഥാനപ്പേര് വീട് കിട്ടി. എൻ്റെ MP തൻ്റെ ഈ ഗീർവാണം ഒന്ന് നിർത്ത്. ഇത് കേട്ട് കേട്ട് മടുത്ത്. അല്ല, ഇതെല്ലാരും ഉണ്ടല്ലോ. ജോസേ, എന്നോട് താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ? ഓണമൊക്കെ അല്ലേ വരുന്നത്, നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് ക്ഷേമം അന്വേഷിക്കാമെന്ന് കരുതി. അതും നോണയാ. എന്തോ കോളുമായിട്ടാ വരവെന്ന് നിങ്ങളെയൊക്കെ കണ്ടാൽ അറിയരുതോ? മേരിക്കുട്ടിയെ പേടിക്കണ്ട, നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മേരിക്കുട്ടി ഒരു കാര്യം ചെയ്യും, ആ റാന്നി സ്റ്റൈലിൽ ഒരു നല്ല കാപ്പിയും എടുത്തു. അതിനെന്താ മാത്തച്ഛ? ആയിക്കോട്ടെ. അല്ല മാത്തച്ഛ, വല്ല ടെലിമാർക്കറ്റിംഗ് കാര്യം വല്ലതും ആണോ? ഞങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാ കേട്ടോ. അല്ല തോമസ് കുട്ടി, ഉള്ളത് പറഞ്ഞാൽ ഞങ്ങൾ ഈ വർഷത്തെ കർഷകശ്രീയെ തേടി ഇറങ്ങിയതാണ്. മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടിയിൽ വെച്ച് അവാർഡ് സമ്മാനിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല, അതിന് മാത്തച്ഛ ഇവിടെ ആരാ ഈ കർഷകരായിട്ടുള്ളത്? നാട്ടിലായിരുന്നെങ്കിൽ എന്നെ വേണമെങ്കിൽ ആ ഗണത്തിൽ പെടുത്തായിരുന്നു. അതൊന്നും അല്ലെന്ന്. അച്ഛൻ്റെ തോട്ടത്ത് പച്ചക്കറി കൃഷി അടിപൊളിയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. ഞങ്ങളതൊന്ന് കാണട്ടെ. പിന്നെ അതല്ല, ഈ തോമസ് കുട്ടിക്ക് അവാർഡ് കിട്ടുന്ന ഒരു അന്തസ്സാണ്. അതല്ലേ ഊതാതെന്റെ ജോസേ, ഇവിടെ വലിയ ആസ്ഥാന കൃഷിക്കാരൊക്കെ ഉള്ളപ്പോ നമ്മുടെ കാര്യം ആര് പരിഗണിക്കാനാ? തന്നെയുമല്ല, കൃഷിയിടം പരിശോധിച്ചും ഫോട്ടോ കണ്ടുമൊക്കെയല്ലേ അവാർഡ് നിശ്ചയിക്കുന്നത്. എൻ്റെ തോമസ് കുട്ടി, അതൊക്കെ ഒരു ചടങ്ങല്ലിടും. നമുക്കത് കാര്യമായിട്ട് മട്ടം പോലെയൊക്കെ ചെയ്യാവുള്ളൂ. എന്നതാണ് മേരിക്കുട്ടി? നിങ്ങളുടെ കഴിവുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾക്കൊരു അവാർഡ് കിട്ടത്തില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്നൊരു അവാർഡ് തരാമെന്ന് പറഞ്ഞു, അത് സമ്മതിക്കത്തില്ല. നീ എന്നൊന്നും ഈ പറഞ്ഞു എനിക്കിങ്ങോട്ട് മനസ്സിലാകുന്നില്ല.
അപ്പച്ചൻ ഈടെ നാട്ടിൽ പോയപ്പോഴേ നമ്മുടെ ആറ്റുമാലിക്ക് കഴിച്ചു കിടക്കുന്ന പച്ചക്കറിയുടെ ഒക്കെ കുറച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നില്ലേ? നിങ്ങളത് ഒന്നും കൊടുത്തിയാന്ന് പറഞ്ഞ് അവരെ കാണിക്കേ. അയ്യോ, അതൊക്കെ മോശമല്ലേ? ആരെങ്കിലും അറിഞ്ഞ നാണം കേട. പരിമല തിരുമേരിയുടെ ഒരു അനന്തരം. ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. നിങ്ങളത് കൊണ്ടുപോകും, ഞാനിവരെ കാണിച്ചോളാം. ഇങ്ങനെ ചുക്കിന് ചുണ്ണാമ്പിനെ കൊള്ളാത്തൊരു മനുഷ്യൻ. മേരിക്കുട്ടി, നല്ല കാലക്കം കാപ്പിയാണ് ഇത് കേട്ടോ. റാന്നി മണമൊക്കെ ഉണ്ടല്ലോ ഇതിന്. അതേ, ഞങ്ങളുടെ പറമ്പിലെ കാപ്പിയെന്ന് പറിച്ച കാപ്പിക്കുരുവാ. എൻ്റെ അമ്മച്ചി തന്നെ വറുത്ത് പിടിച്ച് കൊടുത്തു വിട്ടതാ. ചുമ്മാതല്ല. ഇതാ ഈ വർഷത്തെ ഞങ്ങളുടെ പച്ചക്കറി കൃഷിയുടെ ഫോട്ടോയാ. തോമസ് കുട്ടിച്ചാൻ എടുത്തതാ. തോമസ് കുട്ടിയെ, ഇത് നല്ല ആട്ടുമ്പലെ കൃഷി പോലെ ഉണ്ടല്ലോ. താൻ ഞങ്ങൾ പാലക്കാരെ അങ്ങ് കടത്തി വെട്ടിക്കളഞ്ഞല്ലോ. ഇനി മറ്റൊന്നും നോക്കാനില്ല. ഈ വർഷത്തെ കർഷകശ്രീ തോമാച്ചൻ തന്നെ, ഇതിൽ യാതൊരു സംശയമില്ല. അതും കാണിച്ചേ. മേരിക്കുട്ടിയെ, ഇത് കലക്കി. ഇത്തവണത്തെ കർഷകശ്രീ വള്ളക്കടവിൽ തോമസ് കുട്ടിക്ക് തന്നെ. എൻ്റെ മാത്തച്ഛ, ഞങ്ങൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെന്നേ, പ്രത്യേകിച്ച് എനിക്ക്. എന്നാലും മേരിക്കുട്ടി, ജനങ്ങളുടെയൊക്കെ മുൻപിൽ ആ കർഷകശ്രീയുടെ തലയെക്കെട്ടുമൊക്കെ അണിഞ്ഞ് ട്രോഫിയുമൊക്കെ പിടിച്ച് പൊന്നാടി അണിഞ്ഞ് നിൽക്കുന്നത് ഒരന്തസ്സല്ല. തന്നെയുമല്ല, എല്ലാ പത്രങ്ങളിലും TV ചാനലുകളിലും ഫോട്ടോയും വാർത്തയുമൊക്കെ ഇടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്നാ പറയാൻ അല്ലേ? കേട്ടോ കറിയാച്ചായ, ഈ പ്രാവശ്യം ഞങ്ങൾ വള്ളക്കടവുകാരുടെ തോപ്പിൽ ഒരു പൊന്തുവൽ കൂടി കറക്റ്റി അണിയിക്കും. അച്ചായനതിന് ഏതിലൊന്നും പറയാം. എന്തിനും ഏതിനും അവാർഡുകൾ വിലക്ക് വാങ്ങുന്നൊരു കാലമല്ലേ. പുരസ്കാരങ്ങളുടെയൊക്കെ മാന്യത കളയില്ലെന്ന് എനിക്ക് പറയാനുണ്ട്. നാട് ഓടുമ്പം നടുവേ ഓടണ്ടേ എൻ്റെ അച്ചായ. അപ്പോ അവാർഡിന്റെ കാര്യം നമ്മളങ്ങ് ഉറപ്പിക്കുന്നു. ഇനി അതിന് മാറ്റമില്ല, അല്ലേ തോമസ് കുട്ടി? അല്ല, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ഞാനിപ്പോ എന്നാ പറയാൻ, അല്ലേ മേരിക്കുട്ടി? അത് തന്നെ. അപ്പോൾ തോമാച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തോമാച്ചൻ ഒരു ചെറിയ ഉപകാരം ചെയ്യും. ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ തോമാച്ചൻ സ്പോൺസർ ചെയ്യണം. അല്ല പിന്നെ തോമാച്ചൻ്റെ ടെലിമാർക്കറ്റിങ്ങിന് അത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടാ. ഓ, അതൊന്നും വേണ്ടാന്നേ, ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിച്ച് വരട്ടെ. ഇത് നല്ല തമാശ. ബിസിനസ് ഒന്ന് പച്ച പിടിക്കാനല്ലടൂ, ഗ്രാൻഡ് സ്പോൺസർ എന്നും പറഞ്ഞ് ഞങ്ങൾ വമ്പിച്ച പരസ്യമല്ലേ കൊടുക്കാൻ പോകുന്നത്. എൻ്റെ തോമാച്ചൻ, നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യമല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. ഇതേ നല്ല കാര്യങ്ങൾക്ക് തടസ്സം പറയും. ഒരു പാല കിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ. ദേ ഇതിവിടെ ഉറപ്പിക്കുന്നു. ദേ ഇനി ഒന്നും പറയണ്ട. ഇങ്ങോട്ടൊന്ന് വന്നേ. ആ കൈ ഇങ്ങോട്ട് തോമസ് കുട്ടി, ഇതങ്ങ് പിടിച്ചിട്ട് ഐശ്വര്യയുടെ ചെക്ക് ഇങ്ങോട്ട് വന്നു. എന്റെ കൊച്ചു തിരുമേനി, $1000 മേരിക്കുട്ടിയെ. സൂസി, ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് തോമസ് കുട്ടിച്ചായനാ കേട്ടോ. നീ ഇതാ റാണിയോട് നിന്നോടും ഒക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞേരെ. ഞാനേ നമ്മുടെ പള്ളിക്കാരെയൊക്കെ ഒന്ന് വിളിച്ച് പറയട്ടെ. മേരിക്കുട്ടി, ഇത് കണ്ടോ? കർഷകശ്രീയുടെ വില $1000. ഹലോ റോസിയല്ലേ? ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് തോമസ് കുട്ടിച്ചായനാ കേട്ടോ. എടീ, നീ ഇത് കണ്ടോ? എന്താ മനുഷ്യ, കർഷകശ്രീയുടെ വില $1000. നമുക്കിതൊന്നും വേണ്ടാന്ന്, ഇത് തട്ടിപ്പാ. നിങ്ങളിത് എന്തോ വർത്തമാനോ മനുഷ്യ പറയുന്നേ?
ഞാൻ പള്ളിക്കാരോടും നാട്ടുകാരോടും എല്ലാം വിളിച്ചു പറഞ്ഞു. ഇനി മാറ്റാൻ പറ്റുമോ? എടി എന്നാലും നമ്മൾ നട്ടല്ലൊടിച്ചുണ്ടാക്കുന്ന കാശല്ലേ ഇത്? ഏത് നമ്മള്? ഞാൻ നടുപടി ഉണ്ടാക്കുന്ന കാശല്ലയോ? എനിക്ക് ഏതായാലും അവളുമാരുടെയൊക്കെ മുമ്പിലും തലയുർത്തി നിൽക്കണം. ആ എന്നാ നീ തലയും കുത്തി നിന്നോ. 2 ആഴ്ചത്തെ ഓവർ ടൈം മല്ലുവാണു താരം മല്ലുവാണു താരം.